നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ പെട്രോൾ വില കുറഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാർച്ചിൽ ആഗോള വിപണിയിൽ വില താഴ്ന്ന നിലയിൽ തുടരുന്നതിനാൽ ഏപ്രിൽ മാസത്തിൽ യുഎഇയിൽ പെട്രോൾ വില കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫെബ്രുവരിയിലെ $75 താരതമ്യം ചെയ്യുമ്പോൾ മാർച്ചിൽ ബ്രാൻഡ് വില ശരാശരി $70.93 മാറുകയാണ്. വരും ദിവസങ്ങളിൽ അടുത്ത മാസത്തേക്ക് പുതിയ വിലകൾ പ്രഖ്യാപിക്കുമ്പോൾ യുഎഇയിലെ പെട്രോൾ വിലയിൽ വലിയ കുറവ് വരും എന്നുള്ളതാണ് ഇത്തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ മാസത്തിന്റെയും അവസാന ദിവസം യുഎഇ സർക്കാർ പുതുക്കിയിട്ടുള്ള ഇന്ധന നിരക്കുകൾ പ്രഖ്യാപിക്കാറുണ്ട്. മാർച്ചിൽ സൂപ്പർ 98 ലിറ്ററിന് 2.73 ദിർഹവും സ്പെഷ്യൽ 95-ന് 2.661 ദിർഹവും E+ന് 2.54 ദിർഹവുമായിരുന്നു വിലയായി പറഞ്ഞിരുന്നത്. ആഗോളതലത്തിൽ വെള്ളിയാഴ്ച ആദ്യ വ്യാപാരത്തിൽ ബ്രന്റ് ബാരലിന് $74.11 WTI ബാരലിന് $70.01 വില. ആഗോള സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അനിശ്ചിതത്വവും മറികടക്കുമ്പോൾ അസംസ്കൃത എണ്ണകളുടെ വിലയിൽ ചാഞ്ചാട്ടം വർദ്ധിച്ചേക്കാം എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. വെനിസ്വേലൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് US തീരുവ ചുമത്തും എന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. ഈ പ്രഖ്യാപനവും ആഗോള ഡിമാൻഡ് ദുർബലപ്പെടുത്താൻ ഭീഷണിയാകുന്ന വ്യാപാര പിരിമുറുക്കങ്ങളുടെയും ഒക്കെ സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കും വിപണി പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ. വെനിസ്വേലൻ എണ്ണ കയറ്റുമതിയിലെ സാധ്യത കുറയ്ക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഹ്രസ്വകാലത്തേക്ക് വിതരണം ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കിയേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിലെ എണ്ണയ്ക്കുമേലുള്ള ഉപരോധങ്ങൾ വിപണി കൂടുതൽ ഇറക്കുമതി ഉണ്ടാക്കാൻ കാരണമാകുമെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും താരിഫ് പ്രേരിത ചെലവുകൾ മൂലമുള്ള സാമ്പത്തിക മാന്ദ്യം ക്രൂഡ് ഓയിൽ വിലയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതേസമയം ഒപെക് പ്ലസ് ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിലെ മാറ്റങ്ങളും വിപണിയെ ബാധിച്ചേക്കുമെന്നും സൂചനയുണ്ട്. സംഘടന എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വിലകളെ കൂടുതൽ ഭാരപ്പെടുത്തിയേക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ എണ്ണവില ഉയരാൻ കാരണമായി മാറിയിട്ടുണ്ട് എന്നാണ് നാഗ.com മിഡിൽ ഈസ്റ്റിലെ ജനറൽ മാനേജർ ജോർജ് പവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചെങ്കടലിൽ ഹൂത്തി വിമതർക്കെതിരെ അടുത്തിടെ US നടത്തിയിട്ടുള്ള സൈനിക ആക്രമണങ്ങളും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലി പ്രവർത്തനങ്ങളും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും സമാധാന ചർച്ചകൾ വിജയിച്ചാൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ സംഭവ വികാസങ്ങൾ പ്രതിസന്തുലനാവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും പവൽ പോലുള്ള വിദഗ്ധരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. വിപണിയിലെ അസ്ഥിരതയ്ക്ക് പുറമെ 2025 ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വെനിസ്വേലൻ എണ്ണ വാങ്ങുന്നവർക്ക് പുതിയ താരിഫ് ചുമത്തുമെന്നാണ് USന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ആഗോള എണ്ണ വിപണിയിൽ അലയൊഴിക്കാൻ കാരണമാകുമെന്നും പറയുന്നുണ്ട്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയും ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരുമായിട്ടുള്ള സൗദി അരാംകോ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിലെ 2 റിഫൈനറികളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി നടത്തി വരുന്നത് എന്നതാണ് സൂചന. ഇന്ത്യയിലെ വൃത്തങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായിട്ടുള്ള റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്.